السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, റിയാദ് ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഇന്ന് സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിന് സർവശക്തനായ അല്ലാഹുവിനെ മനസ്സറിഞ്ഞ് ഞാൻ ആദ്യമേ സ്തുതിക്കട്ടെ. ഇവിടെ വന്ന് നമ്മുടെ സുഹൃത്തുക്കളെ കാണാനും ബന്ധം പുതുക്കാനും സൗഹൃദങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഒരു അവസരം ലഭിച്ചത് വളരെ സന്തോഷമുള്ളൊരു ഭാഗ്യമുള്ള കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. നമ്മുടെ ഈ സൗഹൃദവും ബന്ധവുമൊക്കെ നിഷ്കളങ്കവും പടച്ചവൻ്റെ അടുക്കൽ സ്വീകരിക്കുന്നതുമായി അള്ളാഹു പരിഗണിക്കുമാറാവട്ടെ. അഹ്ലൻ റമദാൻ പരിപാടി നോമ്പിൻ്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ വാച്ചിൽ 11:40 ഇപ്പോൾ സമയം. നിങ്ങളെ വാച്ചിൽ ഇതായിട്ടുണ്ടാവില്ല. ഞാനൊരു 11 മണിയായാലൊക്കെ കിടന്നുറങ്ങാറുണ്ട്. ഏതാണ്ട് ഉറക്ക് വന്ന് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം സംസ്കരണം എത്രത്തോളം ആവുമെന്ന് എനിക്കറിയില്ലത്. ഏതായാലും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഫ്ലൈറ്റ് കയറിയതാണ്. ഇവിടെ എത്തി നേരിട്ട് ഇങ്ങനെ എത്തിയതാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാനിവിടെ ഗൾഫിലുണ്ടായിരുന്ന ആളാണ്. രാവിലെ ഉച്ചവരെ സുഖമായിട്ട് ഉറങ്ങും. പിന്നെ നാളെ ഡ്യൂട്ടിക്ക് പോകാൻ കണക്കാക്കി പോയാൽ മതി. ഏതായാലും അതൊക്കെ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ സംസ്കരണം എല്ലാ വിഷയത്തിലും ആവശ്യമാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ, ഇവിടെ ചില ഉദാഹരണമൊന്നും വേണ്ടതാവില്ലാന്ന് തോന്നുന്നുണ്ട്, നാട്ടിലൊക്കെ ഈ വിഷമേൽക്കാത്ത, കേടുപാടുകളില്ലാത്ത പച്ചക്കറികൾ കിട്ടുമെന്ന് നോക്കാറുണ്ട് ആളുകൾ. അതിനുള്ള കൃഷി ചെയ്യും. മാലിന്യങ്ങൾ കലരാത്ത സംശുദ്ധമായ വെള്ളം കിട്ടാൻ അത് ഫിൽറ്റർ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് സംസ്കരിച്ച് നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു പണിയാണ്. പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിയാൽ അതിൽ ആവശ്യത്തിനപ്പുറം വിഷമുണ്ടാവും. അപ്പോൾ അത് കേടാണ്, നമുക്ക് പറ്റില്ല, വാങ്ങില്ല എന്ന് വൃത്തിയുണ്ടാവില്ല. പക്ഷേ ഇതിലൊക്കെ ഇഷ്ടമുള്ള ആളുകൾ അത് തൻ്റെ വീട്ടുവളപ്പിലുണ്ടാക്കും. ഇല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലെങ്കിലൊക്കെ കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിയിട്ട് അതിൽ നട്ടുപിടിപ്പിച്ച് വിഷമില്ലാത്തത്, മാലിന്യമില്ലാത്തത്, നല്ലത് എന്നൊക്കെ പറഞ്ഞു ഉണ്ടാക്കാറുണ്ട്. ഈ സംസ്കരണം നമ്മൾക്ക് സാധിക്കുന്നൊരു കാര്യമാണ്. നമ്മളെല്ലാവരും വിചാരിച്ചാൽ നമ്മൾക്ക് അങ്ങനെ സംസ്കരിച്ചുണ്ടാക്കാൻ മതി. ഒരു മാലിന്യങ്ങളില്ലാത്ത, വിഷമയമില്ലാത്ത പച്ചക്കറികൾ ഉണ്ടാക്കുക സാധിക്കുന്നൊരു കാര്യമാണ്. വെള്ളം ഫിൽറ്റർ ചെയ്തൊക്കെ നന്നാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നൊരു കാര്യമാണ്. പക്ഷെ മനുഷ്യനെ, നമ്മളെ സംസ്കരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമല്ല. നമ്മുടെ സംസ്കരണം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിന് കാരണം നമ്മളുടെ മനസ്സും ആത്മാവുമൊക്കെ ആ വിധത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആന്റെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. മനുഷ്യ ആത്മാവിനെ സമതുലിതമായി സൃഷ്ടിച്ച നാഥൻ തന്നെയാണ് സത്യം. ഫൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ.
ആ ആത്മാവിന് അതിൻ്റെ അധർമ്മത്തെ സംബന്ധിച്ചും ധർമ്മത്തെ സംബന്ധിച്ചും തഖ്വയെ സംബന്ധിച്ചുമുള്ള അവബോധം അതിന് നൽകുകയും ചെയ്തിരിക്കുന്നു. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണോ ആ ആത്മാവിനെ സംസ്കരിച്ചു നടക്കുന്നത്, സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്, അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നെന്നാണ്. ഇവിടെ സംസ്കരിക്കേണ്ടത് മനുഷ്യ ആത്മാവിനെയാണ്. ഏതൊരു മനുഷ്യൻ്റെ ആത്മാവും രണ്ട് തലങ്ങളുള്ളതാണ്. ഒന്ന്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ധർമ്മത്തിൻ്റെ തഖ്വയുടെ പ്രകൃതിയുള്ള ഒരു ബോധം അതിനുണ്ട്, ജന്മനാ അതുണ്ട്. അതേപോലെ തന്നെ ഫുജൂർ, അധർമ്മത്തെ സംബന്ധിച്ചുള്ള ഒരു അവബോധവും പ്രകൃതിയ സൃഷ്ടിപ്പിൽ തന്നെ മനുഷ്യാത്മാവിനുണ്ട്. ഇതിലൊരു മനുഷ്യൻ അതിൻ്റെ ഏത് ഭാഗത്തെ പോഷിപ്പിക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്, ഏത് ഭാഗത്തെ നന്നാക്കിയെടുക്കണമെന്നാണോ ശക്തിപ്പെടുത്തണമെന്നാണോ ഉദ്ദേശിക്കുന്നത്, ആ ഭാഗമാണ് വിജയിക്കുക. അതിന് അനന്തരഫലം ഈ ധർമ്മത്തെ പോഷിപ്പിച്ചവൻ സ്വർഗത്തിലെത്തും, അധർമ്മത്തെ പോഷിച്ചവൻ നരകത്തിലും എത്തുമെന്നുള്ളതാണ്. ഇത് രണ്ടിനും സാധ്യതയുള്ള, രണ്ടിനും പ്രകൃതിയുള്ള ഒരു സൃഷ്ടിപ്പാണ് മനുഷ്യൻ്റേത്. പിന്നെന്താണ് നോമ്പ് നൽകുന്ന സംസ്കരണം? അതാണ് ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി വെക്കേണ്ടത്. അള്ളാഹു നമ്മൾക്ക് ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ കൃത്യമായ സമയവും തോതുമൊക്കെ നിർണയിച്ചുകൊണ്ട് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. വെറുതെ എങ്ങനെ ചെയ്യാനല്ല, അതിൽ ദിനേന ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങളുണ്ട്, നിർബന്ധമായി ചെയ്യേണ്ടത്. 5 നേരത്തെ നമസ്കാരം തന്നെ, അതിൻ്റെ കൂടെ സുന്നത്ത് നമസ്കാരങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ട റമദാൻ മാസത്തിൽ നോമ്പുണ്ട്. ആയുസ്സിലൊരിക്കൽ മാത്രം ചെയ്താൽ മതിയാകുന്ന, വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം, ബാധ്യത തീരുന്ന ഹജ്ജുണ്ട്. സാമ്പത്തിക വികസനത്തിനനുസരിച്ച് കൊടുത്തു വീട്ടേണ്ട, തോതനുസരിച്ച് കൊടുക്കേണ്ട സക്കാത്തുണ്ട്. നോക്കിയതൊക്കെ ഓരോരോ ക്രമങ്ങളാണ്. ഇതിനൊക്കെ പുറമെ ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും പള്ളിയിൽ സംബന്ധിച്ച് ഖുത്ബ കേട്ടുകൊണ്ട് തന്നെ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യണം. ഈ പദ്ധതികൾ മുഴുവനും മനുഷ്യനെ ആത്യന്തികമായി സംസ്കരിക്കാനുള്ള സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഈ പിശാചിൻ്റെ പിടുത്തത്തിലേക്ക് വിട്ടുകൊടുക്കാതെ അധർമ്മത്തിൻ്റെ മേഖലയിലേക്ക് വഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടും ചിട്ടയോടും കൂടിയുള്ള ആരാധനാ കർമ്മങ്ങൾ ഇങ്ങനെ വെച്ച് തന്നിരിക്കുകയാണ്. അതിലൊന്നാണ് നോമ്പ്. ഇപ്പോൾ നമസ്കാരം നിങ്ങൾ നോക്കൂ, നമ്മൾ രാവിലെ സുബൈക്ക്, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, നമ്മളുടെ ഒരു സാഹസിൽ സുബൈക്ക് എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് ഇറങ്ങിയാൽ ളുഹുർ നമസ്കാരം മധ്യാഹ്ന സമയമാകുമ്പോഴേക്കും ളുഹുർ നമസ്കരിക്കാൻ സമയമായി. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും നമസ്കരിക്കാനായി, അസ്തമിക്കാൻ വീണ്ടും നമസ്കാരം, രാത്രി കിടക്കുമ്പോഴും നമസ്കാരം. 5 നേരത്തെ ഈ നമസ്കാരം ഇങ്ങനെ ക്രമീകരിച്ച് വച്ചിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ സജീവമായി നിൽക്കുന്ന ആ സമയം ആരാധനകളാൽ ബന്ധിതമായി നിൽക്കാൻ വേണ്ടിയാണ്. രാത്രി നമസ്കാരം കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങും, ഒന്നും ചെയ്യാനില്ല, ഉറങ്ങിയാൽ മതി. ബാക്കി നമ്മളുടെ ജീവിതം സജീവമായി നിൽക്കുന്ന, ഇടപാടുകളൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന, ആ ജീവിതത്തിൻ്റെ തുടിപ്പുകളൊക്കെ നിലനിൽക്കുന്ന ആ സമയത്ത് കൃത്യമായി സമയം തെറ്റാതെ പള്ളിയിൽ വന്ന് ബാങ്ക് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, രക്ഷയിലേക്ക് വരൂ എന്നൊക്കെ പറയുമ്പോൾ ചെന്ന് നമസ്കരിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അങ്ങ് ശരിയാക്കി ഇങ്ങനെ പോകുന്നു. അത് പോരാത്തതിനാണ് ആഴ്ചയിലൊരിക്കൽ ഒന്നിച്ചു കൂടിയിരുന്ന് ആ നാട്ടിൻ്റെ നാടിമുടിപ്പ് അറിയുന്ന, സമൂഹത്തിൻ്റെ പൾസുകളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു ഖതീബ് ആയത്തും ഹദീസും ഒക്കെ ഉദ്ധരിച്ച് ശരിക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടും ഇങ്ങനെ സംസ്കരിക്കുകയാണ്. ഇതിന് പുറമെയാണ് വർഷത്തിലൊരിക്കൽ ഒരു നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് ഈ സംസ്കരണ പ്രക്രിയ അള്ളാഹു നടത്തുന്നത്. അതിൽ ഏറ്റവും വലിയ സംസ്കരണം നടക്കുന്നൊരു ഭാഗമാണ് പരിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ്. നോമ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ 2 പ്രസംഗങ്ങളിലും പറഞ്ഞു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന്. സാധാരണ നമ്മൾ കേൾക്കുന്നൊരു വാക്ക് തഖ്വ.
എപ്പോഴും കേൾക്കുന്നു, ഊസിക്കും വയ്യായ അവലം ബി തഖ്വല്ലാ. നമ്മുടെ നാട്ടിലെ ഖുതുബയിൽ ആദ്യം എന്നോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൈക്കൊള്ളണമെന്ന് ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ശൈലി. അതാണ് ആ ശൈലിയിലാണ് നമ്മളിങ്ങനെ തുടങ്ങുന്നത് തന്നെ. ഈ തഖ്വ വേണമെന്നാണ്. അപ്പോൾ എന്താണ് ഈ തഖ്വ? എന്താണ് ഈ തഖ്വ? ഈ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് തഖ്വ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ ഉമറിനോട് ഒരു മറുചോദ്യം ചോദിച്ചു, താങ്കൾ ഈ ചെളിയും മുള്ളും ചില്ലുമൊക്കെയുള്ള വഴികളിലൂടെ നടന്നു പോകാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ പറഞ്ഞു, അതേ പോകാറുണ്ട്. എങ്ങനെ താങ്കൾ പോകാറുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മുള്ള് ഏൽക്കാതെ, ചെളി ദേഹത്തേക്ക് തെറിക്കാതെ, ചില്ല് കുത്താതെ ഇങ്ങനെ ശ്രദ്ധിച്ച് മുണ്ടൊക്കെ പൊക്കി പിടിച്ച് ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി നടന്നപ്പുറത്തേക്കാണ്ട് പോകും. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഉബയ്യ് പറഞ്ഞു, അതാണ് തഖ്വ എന്ന് പറഞ്ഞു. അതാണ് തഖ്വ. അതെങ്ങനെ തഖ്വയാകുന്നത്? നമ്മുടെ ജീവിതം ഇങ്ങനെ ജനിച്ചൊരു പ്രായപൂർത്തിയായത് മുതൽ ഇങ്ങനെ മരണത്തിൻ്റെ ആ അറ്റം വരെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കടന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇതെല്ലാം ഉണ്ട്. മുള്ളുണ്ട്, ചില്ലുണ്ട്, ചെളിയുണ്ട്, ചേറുണ്ട്, എല്ലാം ഉണ്ട്. ആ നടന്നു പോകുന്നതിനിടയിലൂടെ അതൊന്നും ദേഹത്ത് തട്ടാതെ, പറ്റാതെ, ചെളി തെറിക്കാതെ, മുള്ളേൽക്കാതെ, അപകടത്തിലൊന്നും ചാടാതെ ശ്രദ്ധയോടുകൂടി കടന്നിങ്ങനെ അങ്ങോട്ട് പോകണമെന്നാണ്. അങ്ങനെ പോകുന്ന ആ ജീവിതത്തിനാണ് തഖ്വ എന്ന് പറയുന്നത്. അതാണ് ജീവിതത്തിൽ സംസ്കരണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. അതാണ് ജീവിതത്തിൽ സംസ്കരണം ഉണ്ടാവുക എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മളുടെ ചുറ്റുപാടുകളൊക്കെ നിങ്ങൾ നോക്കുക, മലീമസമാണ്. നമ്മൾ അങ്ങനെ തന്നെ പറയാറ്. ഈ ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ, നിങ്ങളിവിടെ പത്രം എങ്ങനെ വായിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ നടന്ന കൊലപാതകങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്ക് വാട്സാപ്പിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. അമ്മയെ കൊന്നത്, അമ്മയുടെ കാമുകനെ കൊന്നത്, മകളെ കൊന്നത്, മകളുടെ കാമുകനെ കൊന്നത്, അച്ഛനെ അങ്ങനെയാണ്. അല്ലാതെ അകലുള്ളവരൊന്നുമല്ല. ഒക്കെ തൊട്ടടുത്തുള്ള ആളുകളെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളെ തന്നെ കൊന്നത് ഒരു 10-15 എണ്ണമാണ് ഒരു 1.5 മാസത്തിൻ്റെ ഇടയ്ക്കാണ്. ഇതാണ് നമ്മുടെ ഒരു സാഹചര്യം നാട്ടിൽ. ഇതാണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്. ആ ചുറ്റുപാടുകൾക്കിടയിലാണ് നമ്മുടെ മക്കളും നമ്മളൊക്കെ വളരുന്നത്. ആ വളരുന്നതിനിടയിൽ നിന്ന് അതൊന്നും പറ്റാതെ, ദേഹത്ത് പറ്റാതെ സംശുദ്ധമായി പിടിച്ചു നിർത്തി, നിർബന്ധമായി ഇങ്ങനെ പിടിച്ചു നിർത്തി കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുന്ന ആ ജീവിതമുണ്ടല്ലോ, അതാണ് തഖ്വ നിറഞ്ഞ ജീവിതം. അള്ളാഹുവിൻ്റെ റസൂൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ മുഷ്തബിഹാത്ത്. ഈ ഹലാൽ എന്താണെന്ന് വ്യക്തം, ഹറാം എന്താണെന്ന് രണ്ടും കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. വബൈനഹുമാ മുഷ്തബിഹാത്തുൻ, രണ്ടിൻ്റെയും ഇടയിൽ അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. ഹലാലാണോ ഹറാമാണോ, ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നൊക്കെ നമ്മൾക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞതുണ്ട്. ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു, അങ്ങനെ ഹറാമാക്കിയിരിക്കും, ഇന്നൊക്കെ തിന്നാൻ പാടില്ല. ഹുരിമത്ത് അലൈക്കും, ഇന്ന ആളുകൾ ഒക്കെ ഹറാം ഹറാം എന്നേ പറഞ്ഞിട്ടുണ്ട്. അഹല്ലല്ലാഹു എന്നുണ്ട് വേറെയും കുറേ പറഞ്ഞതുണ്ട്. ഇതൊന്നും അല്ലാതെ ചില കാര്യങ്ങൾ ഇങ്ങനെ അവ്യക്തമായി കിടക്കും. അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ജീവിക്കും നമ്മൾ. അപ്പോൾ നമ്മളെ ലോകത്ത് ഇപ്പോൾ ഏറ്റവും അങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട്. ചെയ്യാൻ പറ്റുമോ പറ്റില്ല. ഇപ്പോൾ ഈ സാമ്പത്തിക രംഗത്തൊക്കെ നടക്കുന്ന ഒരുപാട് ഇടപാടുകളുണ്ട്. പുതിയ കാലത്ത് ഒരുപാട് മേഖലകൾ നമ്മുടെ യുവാക്കളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗമുണ്ട്. നമുക്കിത് എന്താന്ന് തന്നെ മനസ്സിലാകുന്നില്ല. അത് പറ്റുമോ പറ്റില്ലേ, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. ആ സംഗതികളെ പറ്റി റസൂൽ പറഞ്ഞെന്താ അറിയോ? ഫമൻ ഇത്തഖ ശുബഹാത്ത് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി. ആരെങ്കിലും ഈ ഹലാൽ ഹറാം എന്ന് വ്യക്തമായത് ഹറാം ഒക്കെ ഒഴിവാക്കി ഈ സംശയാസ്പദമായ കാര്യങ്ങൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിച്ചാൽ ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി, തൻ്റെ അഭിമാനവും മതവും അവൻ സംരക്ഷിച്ചു. അതിൽ പോയി ചാടാതെ, അതാണ് തഖ്വ. അതിലേക്ക് പോവാതിരിക്കുക, ശ്രദ്ധിക്കുക. എന്നാൽ ദീനും രക്ഷപ്പെടും, അഭിമാനവും രക്ഷപ്പെടും. അത് വിശദീകരിക്കാൻ സമയമല്ല, രണ്ടും രക്ഷപ്പെടും.
എന്നിട്ട് റസൂൽ പറഞ്ഞു, കറായി ഹൗലലിമ, ഒരാട്ടിടയൻ തൻ്റെ ആടുകളെ തനിക്ക് നിശ്ചയിച്ച അതിർത്തി പ്രദേശങ്ങളുടെ അരികിലൂടെ വക്കത്തുകൂടി തെളിച്ച് നടക്കുന്നു, മേച്ച് നടക്കുന്നു. അങ്ങനെ നടന്നാൽ ആ അരികിനപ്പുറമുള്ളതും കടിക്കാൻ സാധ്യതയുണ്ട്, അതിന് കുറച്ച് ഇപ്പുറത്തേക്ക് മേക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് റസൂൽ ആ ഉദാഹരണം പറഞ്ഞു പറയുന്നത്, അള്ളാഹുവിൻ്റെ അതിരുകളാണ് അവൻ്റെ ഹറാമുകൾ, അതിൻ്റെ വക്കത്തേക്ക് പോകരുത്, കുറച്ച് ഇപ്പുറത്ത് നിന്നാൽ അതിലേക്ക് ചാടാതെ രക്ഷപ്പെടാം എന്ന് റസൂൽ അങ്ങനെ ഉദാഹരണം പറഞ്ഞു. എന്നിട്ട് ഒരു വാക്യം കൂടി, അലാ ഇന്ന ഫിൽ ജസ്തി മുദ്ഗ, അറിയുക മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡം സംസ്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ശരീരമാസകലം സംസ്കൃതമായി. ആ മാംസപിണ്ഡം മലിനമാക്കപ്പെട്ടാൽ, മ്ലേച്ഛമാക്കപ്പെട്ടാൽ ശരീരമാസകലം മ്ലേച്ഛമായി. അലാ വഹിയൽ ഖൽബ്, അറിയുക അതാണ് മനസ്സ്, മനുഷ്യ മനസ്സ്. ഇതൊരു നീണ്ട ഹദീസാണ്, ഒരുപാട് വിഷയങ്ങൾ വരുന്ന ഹദീസാണ്. അത് നമ്മൾ ഈ പറയുന്ന ഭാഗം എന്താണെന്നറിയാം നിങ്ങൾ, ജീവിതത്തിൽ നമ്മുടെ ചുറ്റുഭാഗവും കാണുന്ന ഇത്തരം മോശമായ മലീമസമായ ഈ അന്തരീക്ഷത്തിൽ അവക്കിടയിലൂടെ നന്നായി ജീവിക്കാൻ ശീലിക്കണം. നമ്മൾ നന്നായി ജീവിക്കാൻ ശീലിക്കണം. അതൊന്നും ഇല്ലാതാക്കാൻ നമ്മൾക്ക് മുഴുവൻ കഴിയില്ല. എല്ലാം ഇല്ലാത്തൊരു ലോകത്ത്, എല്ലാം നന്മകൾ മാത്രം നടക്കുന്ന ഒരു ലോകത്ത് അങ്ങനെ ജീവിച്ച് സ്വർഗം വാങ്ങാനല്ല നിർദ്ദേശമുള്ളത്. മറിച്ച് ഇതൊക്കെ ഉള്ളൊരു ലോകത്തേക്കാണ് വിട്ടിട്ടുള്ളത്. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രകൃതിയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ചെയ്യാതെ ഇങ്ങനെ നിന്ന് പരിശീലിച്ച് പോകണമെന്നാണ്. അതിനാണ് അള്ളാഹു ഈ നോമ്പും ആരാധനയ്ക്ക്, പ്രത്യേകിച്ച് നോമ്പ് അതിനു വേണ്ടിയുള്ളതാണ്. നോമ്പ് കാലത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നോക്കിയാൽ സംസ്കരണവുമായിട്ട് അതിന് എത്രത്തോളം ബന്ധമുണ്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ നോക്ക്, നോമ്പ് കാലത്ത് നമ്മൾ വെള്ളം കുടിക്കില്ല, പച്ചവെള്ളം പകൽ കുടിക്കില്ല. എന്താ വെള്ളത്തിന് കുഴപ്പം? നല്ല വെള്ളം. അപ്പം ഇന്ന് നമ്മൾ കുടിക്കുന്നു. 11 മാസവും നിരന്തരം കുടിച്ചുകൊണ്ടേയിരിക്കുന്ന, അള്ളാഹു ഹലാലാക്കി അനുവദിച്ചൊരു സാധനം, ഒരു കുഴപ്പമില്ല. അത് കുടിച്ചതിൽ ഒരു കുഴപ്പവും ശരീരത്തിന് വരാല്ല, അത്യാവശ്യമുള്ളൊരു സാധനം. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താ നിങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്നതുകൊണ്ട് മാത്രം അനുവദനീയമായ, ഹറാമാക്കിയതല്ല, അനുവദനീയമായ പച്ചവെള്ളം റംസാന്റെ പകലുകളിൽ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ മാറ്റി നിർത്തുന്നു. എന്ത് അനുവദനീയാണ്? പച്ചവെള്ളം ഹലാലാണ്, കുടിക്കാൻ പറഞ്ഞ സാധനമാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പന ഉള്ളത് കൊണ്ട് മാത്രം റംസാന്റെ പകലുകളിൽ നമ്മൾ ആ വെള്ളം ഇങ്ങനെ മാറ്റി നിർത്തുന്നു. അങ്ങനെ ഒരു മാസക്കാലം ഈ മനുഷ്യൻ അത് പരിശീലിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പരിശീലിച്ച് അതിൽ വിജയം വരിച്ചൊരു മനുഷ്യൻ റംസാൻ മാസക്കാലം കഴിഞ്ഞാൽ പിന്നെ കള്ളുടിക്കാൻ പോവില്ല. അത് ഹറാമാണ്, ആദ്യമേ ഹറാമാണ്. ഹലാലായത് തന്നെ വർജിക്കാനും ഒഴിവാക്കാനും മാറ്റി നിർത്താനും പരിശീലിച്ചൊരു മനുഷ്യന് അള്ളാഹു ഹറാമാക്കിയൊരു കാര്യത്തിലേക്ക് പോകാൻ കഴിയില്ല. അതാണ് റംസാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംസ്കരണം. ഇങ്ങനെല്ലാം അങ്ങനെയാണ്. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം, നമുക്ക് ഹലാലാണല്ലോ ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കാം. കുലു വഷ്റബു, നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ. ഒരുപാട് ആയത്തുകളും കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നൽകിയ വിശിഷ്ടമായ ഭോജ്യങ്ങൾ അതെന്തൊക്കെയാണോ നിങ്ങൾ കഴിച്ചോളൂ എന്നൊക്കെ ഖുർആൻ പറയുന്നു. ഈ സാധനങ്ങളൊക്കെ ഹലാലായ രൂപത്തിൽ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിനകത്തുണ്ട്. ഹലാലാണ് സമ്പാദ്യം, ഒക്കെ നല്ല നിലക്ക് സംഭവിച്ച നല്ല ഭക്ഷണങ്ങൾ ഹലാലാണ്, ഒരു ഹറാമുമില്ല, ഒക്കെ നമ്മുടെ വീട്ടിനകത്തുണ്ട്. നമുക്ക് കഴിക്കാം. കഴിച്ചാൽ ആരും അറിയില്ല, അത്ര സ്വകാര്യമായിട്ട് നമ്മൾ കഴിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ കഴിക്കുന്നില്ല. എന്താ കാരണം? അത് അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ നമ്മൾ കിട്ടുന്ന മാറ്റം? ഹലാലായ ഭക്ഷ്യസാധനങ്ങൾ കയ്യിൽ തന്നെ ഇരിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി അത് മാറ്റി നിർത്താൻ പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് മാറ്റി നിർത്തുന്ന ഒരു മനുഷ്യൻ റംസാൻ മാസം കഴിഞ്ഞാൽ അനാഥ മക്കളുടെ സ്വത്ത് തിന്നരുത് എന്ന ഖുർആന്റെ കൽപ്പന ലംഘിക്കില്ല. വലാ തഅകുലു റിബ, പലിശ തിന്നരുത് എന്ന് പറഞ്ഞ
ഹറാമാക്കിയത് തിന്നാൻ ആ മനുഷ്യൻ മെനക്കില്ല. അങ്ങനെ ഒരുപാട്. ആശയം ഇതാണ്, ഹലാലുകൾ തന്നെ വർജിക്കാനും ഒഴിവാക്കാനും പരിശീലിക്കുന്ന ഒരു മാസക്കാലം. ആ മാസക്കാലം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സംസ്കരണത്തിന്റെ ഭാഗം അതാണ്. നോക്കൂ, ഭാര്യ ദാമ്പത്യ ബന്ധം റംസാന്റെ പകലുകളിൽ നിഷിദ്ധമാണ്. ഭാര്യയാണ് അനുവദിക്കപ്പെട്ടാണ്, പക്ഷെ നിഷിദ്ധമാണ് റംസാന്റെ പകലുകളിൽ. അതങ്ങനെ ഒരു ആവശ്യം അയാൾക്ക് നിർവഹിക്കാൻ പാടില്ല റംസാന്റെ പകലുകളിൽ. അയാൾ പരിശീലിച്ചെടുക്കുന്നു. അയാളെ സംബന്ധിച്ച് മറ്റു സ്ത്രീകളെ തേടിപ്പോകുന്ന ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. ഹലാൽ തന്നെ മാറ്റിവെക്കാൻ പരിശീലിക്കുന്ന മനുഷ്യൻ. ഇങ്ങനെ എല്ലാ മേഖലകളും എടുത്തു നോക്കിയാലും റംസാൻ മാസം നമ്മളെ സംസ്കരിക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കിയെടുത്തൊരു മാസമാണ്. ആ റംസാനാണ് കഴിയുമ്പോഴേക്കും നമ്മൾ സ്ഫുടം ചെയ്ത് പാപക്കറകളൊക്കെ മാറ്റിയെടുത്ത് സംസ്കരണം സിദ്ധിച്ച ഒരു വിശുദ്ധനായ മനുഷ്യനായിട്ട് അങ്ങനെ പുറത്തേക്ക് വരണം. ആ ഒരു സംസ്കരണത്തിന് കഴിയുന്നത് റംസാൻ മാസത്തെ നോമ്പിന് തന്നെയാണ്. അത് പട്ടിണി കൊണ്ട് നടക്കുന്നതല്ല. പട്ടിണി നടക്കുന്നതിന് പുണ്യമില്ല. അങ്ങനെ അവിടെ തെറ്റിദ്ധരിക്കണ്ട. പട്ടിണി അടങ്ങാൻ കിട്ടുന്ന കാര്യമൊന്നുമല്ലത്. പട്ടിണിക്ക് കൂലിയും കിട്ടൂല. പട്ടിണി കിടക്കുന്നവനെ പട്ടിണി മാറ്റിയാൽ കൂലി കിട്ടുന്ന ഖുർആനിൽ ഒരുപാട് ആയത്തുണ്ട്. ഫലഖ്തഹമൽ അഖബ ഫമാ അദ്റാകമൽ അഖബ ഫഖു റഖബ അയ്തഅമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ മിസ്കീനൻ ദാ മത്രബ. നമുക്കറിയുന്ന ആയത്താണ്. പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാർക്ക് അവർക്ക് അന്നമൂട്ടുക അത് മലമ്പാതകൾ ചവിട്ടി കയറുന്നത് പോലെയുള്ള പ്രയാസകരമായ പണിയാണ്. നിങ്ങൾക്കത് ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ സ്വർഗം കിട്ടില്ല എന്ന് അവിടെ പറഞ്ഞ കൂലി കിട്ടുന്നൊരു പണിയാണ് പട്ടിണി. ഫലാ യഹാളൂന അലാ ത്വാമിൽ മിസ്കീൻ. മിസ്കീന്മാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്ത ആളുകളാണ് അവർ. മതത്തെ നിഷേധിക്കുന്ന ആളുകൾ. അവിടേക്ക് എന്താ പറഞ്ഞു? ഭക്ഷണം കൊടുക്കണം എന്നാ. പട്ടിണി കിടക്കണം എന്നല്ല, പട്ടിണി മാറ്റുന്നതിനാണ് കൂലി. പിന്നെ ആ പട്ടിണി നമ്മൾ കിടന്നാൽ കൂലി കിട്ടുമോ? ഇല്ല. പിന്നെ എന്തിനായി കൂലി കിട്ടുന്നവരെ നിങ്ങൾ പട്ടിണി കിടക്കുക? അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ആ പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണ്. അതല്ലാതെ അതിനല്ല കൂലി. റുബ്ബസായിമിൻ, റസൂൽ അതന്നെ പറഞ്ഞല്ലോ, ലൈസ മിൻ സിയാമിഹി ഇല്ലല്ലമ. എത്ര എത്ര നോമ്പുകാരാണ് അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് ദാഹവും പട്ടിണിയും അല്ലാതെ ഒന്നും കിട്ടുന്നില്ല എന്ന്. അതുകൊണ്ടൊന്നും കിട്ടാനില്ല. പിന്നെ എന്താ കിട്ടേണ്ടത്? ഈ പട്ടിണി കിടക്കുന്നതിൻ്റെയും ദാഹിക്കുന്നതിൻ്റെയും ഒക്കെ കൂടെ അപ്പുറമായിക്കൊണ്ട് നമ്മുടെ മനസ്സിന് സംസ്കരണം സിദ്ധിക്കണം. മനസ്സിന് സംസ്കരണം സിദ്ധിക്കണം. ആ സംസ്കരണ പ്രക്രിയ ഈ ആരാധന ഭയഭക്തിയോട് കൂടി നിർവഹിക്കുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, മൻ സർറഹു അൻ യദ്ഹബ കസീറ മിൻ വഹരി സുദ്രിഹി ഫൽയസും ഷഹ്റ സുബ്രി. എത്ര കൃത്യമാണ് ആ വാക്കൊക്കെ. ആർക്കെങ്കിലും തൻ്റെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ നീങ്ങിക്കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, മനസ്സിൻ്റെ മാലിന്യങ്ങൾ പോയി കിട്ടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയസും ഷഹ്റ സുബ്രി, ക്ഷമയുടെ മാസമായ റംസാൻ മാസത്തിൽ അവൻ നോമ്പെടുക്കട്ടെ എന്നാണ്. അവൻ നോമ്പെടുത്താൽ മനസ്സിൻ്റെ മാലിന്യങ്ങൾ നീങ്ങും. അത് നീങ്ങണം. ആ മാലിന്യങ്ങൾ, മനസ്സിൻ്റെ മാലിന്യങ്ങൾ നീങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ നോമ്പ് വെറും പട്ടിണിയായി. ഒരു സംസ്കരണം നമ്മൾ കിട്ടുന്നില്ല. നോമ്പ് തുടങ്ങുന്ന മാസത്തിന് മുമ്പുള്ള അവസ്ഥയും നോമ്പ് കഴിഞ്ഞിട്ടും അതേ അവസ്ഥ തന്നെയാണ് എങ്കിൽ ഒരു മാറ്റവും നമ്മൾക്കില്ല. എന്താ മാറ്റം ഉണ്ടായത് വരെ നിങ്ങൾ നമ്മളുടെയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മതി. മാറ്റം എന്താ ഉണ്ടാവുക? ഉറക്കിൻ്റെ സമയം മാറും. ഗൾഫിലാണെങ്കിൽ ജോലിൻ്റെ സമയവും മാറും. പിന്നെ ഭക്ഷണത്തിൻ്റെ ക്രമമൊന്ന് തെറ്റും. അല്ല, ഭക്ഷണത്തിന് കുറവൊന്നും ആർക്കും ഉണ്ടാകാറില്ല. ചിലപ്പോൾ കൂടുതലാണ് ഉണ്ടാവുക, അളവൊക്കെ കൂടുതലാണ് ഉണ്ടാവുക. അതിൻ്റെ മറ്റു ഘടകങ്ങളൊക്കെ നോക്കിയാൽ, അതിൻ്റെ ശാസ്ത്രമൊക്കെ പറയുന്നവരുണ്ടല്ലോ, അതൊക്കെ നോക്കിയാൽ ചിലപ്പോൾ കൂടുതലായിരിക്കും റംസാൻ മാസത്തിൽ ഉണ്ടാവുക. അത് കുറയൊന്നുമില്ല. പിന്നെ സമയമൊന്ന് മാറും. പിന്നെ ഉണ്ടാകുന്നത് ഇങ്ങനെ ചില മാറ്റങ്ങളാണ്. അല്ലാതെ ആ മാറ്റം അല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന മാറ്റം ആത്മീയമായ സംസ്കരണത്തിൻ്റെ മാറ്റമാണ്. ആ ഒരു തസ്കിയത്ത്, സംസ്കരണം നോമ്പ് മുഖേന നമുക്ക് നേടാനാവണം. എന്താ ഇതിനുള്ള മാർഗം എന്നറിയാം നിങ്ങൾ? ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് എളുപ്പം പറയണം. ഇപ്പം നമ്മളുടെ ജീവിതത്തിലുള്ളൊരവസ്ഥ, ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് കുറവുണ്ടാവും, നാട്ടിലൊക്കെ ചെന്നാൽ അത് കൂടുതലുണ്ടാവും. വളരെ തിരക്ക് പിടിച്ച മനുഷ്യന്മാരാണ് എല്ലാവരും. വളരെ തിരക്ക് പിടിച്ച മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മളൊക്കെ പോലത്തെ ഒരാൾക്ക്
രാവിലെ എഴുന്നേറ്റാൽ എപ്പോഴാണോ അയാൾ എഴുന്നേൽക്കുന്ന ആ സമയം മുതൽ രാത്രി കിടക്കുന്നത് വരെയും ഒരു ഒഴിവുണ്ടാവില്ല. അതിന് കാരണം എന്താ നിങ്ങൾ, നമ്മളെ കയ്യിൽ ഈ ടെക്നോളജിയുടെ വികാസത്തിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ തിരക്കുള്ളവരായി മാറുകയാണ് ചെയ്തത്. നമ്മളൊക്കെ വിചാരിച്ചത് എന്താ അറിയോ, പഴയ കാലത്തതുപോലെയല്ല. ഈ ശാസ്ത്രത്തിൻ്റെ സൗകര്യം കൊണ്ട്, സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ട് ജീവിതം അനായാസം എളുപ്പമായി തീർന്നിരിക്കുന്നു. വളരെ സൗകര്യമാണ്. എത്ര പെട്ടെന്നാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് നമ്മൾ ആശയവിനിമയം നടത്തും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള മക്കളെയും ഒന്നിച്ചിരുത്തി നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് സംസാരിക്കുക. എന്തൊരു സൗകര്യമാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊരു മെസ്സേജ് അങ്ങേ ഭാഗത്തേക്ക് വേണ്ടി കമ്പി അടിക്കുക, ടെലഗ്രാം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പരിചയമുള്ള ആൾക്കാർ കുറച്ചൊക്കെ ഇതിലുണ്ടാവുമല്ലോ. ഇപ്പം എത്ര സുഖമാണ്, വളരെ സുഖമല്ലേ. എന്താ ഫലത്തിലുണ്ടായത് നിങ്ങൾ? ഒരു ഒഴിവുമില്ല, ഒരു ഒഴിവുമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഒരാൾ തമാശയാണെങ്കിലും ഗൗരവമുള്ള വിഷയമാണ്. അയാൾ രാവിലെ എഴുന്നേറ്റ്, നാട്ടുപുറത്തുകാരനാണ്, ഓടി ബസ് കയറി ഓടുന്നുണ്ട്. എന്താ ഇത്ര അർജന്റ്? നാടൻ കാക്കയാണ്, കർഷകനാണ്, ഉൾപ്രദേശത്തുള്ള. എന്താ ഇങ്ങനെ അർജൻറ്റായിട്ട് പോകണത്? എന്താ ചെയ്യുക മൗലവി, ഈ സാധനം അവിടെ കൊടുന്നെച്ചില്ല, അന്ന് കുടുങ്ങിയെന്ന് പറഞ്ഞു. അന്ന് മൊബൈൽ വന്നിട്ടില്ല, ലാൻഡ് ഫോണേ വന്നിട്ടുള്ളൂ. അവിടെ എൻ്റെ ഒരു പണിക്കാരൻ മരിച്ചിന്, അവിടേക്ക് പോകണം. അതിപ്പോൾ അവിടെ ആ സാധനം അവിടെ ഉണ്ടായതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ എനിക്ക് അവിടെ ഇരിക്കായിരുന്നു. അത് വന്നതിന് ശേഷം ഒരു സ്വൈര്യമില്ല. ഇപ്പോൾ നമ്മളെ മൊബൈല് നമുക്ക് ഏറ്റവും സൗകര്യമുള്ള സാധനമാണ്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ഒരു ഭാഗമാണ്. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇപ്പം എൻ്റെ മൊബൈലിൽ ഇവിടെ വന്നിട്ട് ഇത് കിട്ടിയിട്ട് നമ്മൾ 2-3 പേരോട് പറഞ്ഞു, വേഗം സിം ഇടാഞ്ഞാൽ ഒരു സംഗതി നടക്കില്ല. അപ്പോൾ വൈഫൈ എടുത്ത് നോക്കി ഒരുപാട് മെസ്സേജുകളുണ്ട്, വന്ന് കിടക്കണം, ഒക്കെ നോക്കണം. ഇങ്ങനെ അത്ര ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുകയാണ്. അത് നമുക്ക് ജീവിതത്തിൽ സൗകര്യമാണ്. പക്ഷെ അത് ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നം എന്താ പറയുക നിങ്ങൾ? ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കി. നിങ്ങൾ നോക്ക്, നമ്മളെല്ലാവരുമായിട്ട് ഒഴിവായിട്ട് ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി റൂമിൻ്റെ അകത്ത് പോയി ഇരിക്കുക. നമുക്കുണ്ടാവില്ല അങ്ങനെ തിരക്കുന്നൊക്കെ നമ്മൾ പോയിട്ട് ഒന്ന് ഒഴിഞ്ഞിരിക്കണം എന്നൊക്കെ. മൊബൈൽ ഓഫാക്കാതെ അവിടെ പോയിരുന്നുണ്ടല്ലോ, ആ പുറത്തിരിക്കണ മാതിരി തന്നെ ഇരിക്കും. പുറത്തിരിക്കണ മാതിരി തന്നെ അകത്ത്. നമ്മൾ ഒരു പെർമിഷനും ഇല്ലാതെ അയാൾ നമ്മളുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. നമ്മൾ പെർമിഷനൊന്നും വേണ്ട അയക്കാൻ നമ്മൾ വിളിക്കാൻ. എന്താ സംഭവിച്ചത്? ഉദാഹരണം എന്താ സംഭവിച്ചത് നിങ്ങൾ? നമ്മളുടെ ജീവിതം വളരെ തിരക്ക് പിടിച്ചതായി മാറി. വളരെ തിരക്ക് പിടിച്ചാണ് എല്ലാവർക്കും. ഒരു 2-3 ഫ്ലൈറ്റിലിങ്ങനെ പോകുമ്പോഴടുത്ത് 2 മൊബൈലുണ്ട്, അട്ടിക്കിങ്ങനെ വെച്ചാണ്. ഇതൊന്നെന്നെ കൊണ്ടുവന്നിട്ട് മനുഷ്യന് സ്വൈര്യമില്ല. ഇപ്പം 2 അയാൾ അട്ടിക്കിങ്ങനെ വെച്ചാണ്. 2 എടുത്തിങ്ങനെ നോക്കുന്നുണ്ട് അയാൾ. 2-3 ഉണ്ടാവും. പിന്നെ വാച്ചിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുണ്ടാവും. ഇങ്ങനെ ആകെ ഇതിങ്ങനെ വരിഞ്ഞ് കെട്ടി നിൽക്കുകയാണ്. ഇത് ഒരവസ്ഥയാണ് നമ്മളുടെ. ഇതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത്, എളുപ്പം പറയാം, ഫലമായിട്ട് സംഭവിക്കുന്നത് നമ്മൾക്ക് നമ്മളിലേക്കൊന്നും ഒതുങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് ഞാൻ വിചാരിക്കണത്. എനിക്ക് എൻ്റെ സ്വകാര്യതയും എൻ്റെ ജീവിതവും എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാൻ കഴിയുന്നില്ല. എന്നെ നിയന്ത്രിക്കുന്നത് ഞാനല്ലാത്ത കുറേ ആളുകളാണ്. ഓരോരുത്തരും ചിന്തിച്ചു നോക്കി, നമ്മളൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല. നമ്മളെ വീട്ടുകാരുണ്ട്, ഭാര്യയുണ്ട്, സംഘടന എന്ന് പറയുന്ന ഒരു വലിയ ഒരു പിടിവിടാത്ത വലയൻ വേറുണ്ട്. അതിന് പിടുത്തത്തിലോട്ട് പെട്ടാൽ പിന്നെ അതിന് രക്ഷപ്പെട്ടു പോകുന്നില്ല. അതിങ്ങനെ പറയും, അവിടെ ആ സർക്കുലർ, ഈ മീറ്റിംഗ്, അങ്ങനെ ഒരു നിവൃത്തി ഉണ്ടാവില്ല. നമ്മളെ പോലത്തെ ഇവിടെ ഗൾഫിലേക്ക് വന്നാൽ നിങ്ങളൊക്കെ ജോലിക്ക് പോയാൽ പകരം ഞങ്ങൾക്ക് ഒരുത്തൂരി കിടന്നുറങ്ങാം എന്ന് സമാധാനത്തിലാണ് പോകാറില്ലേ. അപ്പം അങ്ങനെ അങ്ങോട്ട് വലയം ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ. ഒരു നമ്മളിലേക്ക് ഒതുങ്ങാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നത് റമളാൻ മാസത്തിൽ നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ ഒരു സമയം കാണാം. കമ്പനി ഉണ്ടാവും, ജോലി ഉണ്ടാവും, തൊഴിലാളികൾ ഉണ്ടാവും നമ്മുടെ കീഴിൽ, നമ്മൾ വലിയ ഉയർന്ന ആളായിരിക്കും, ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഒക്കെ ഇടയിൽ ഒക്കെ മാറ്റാവുന്നിടത്തോളൊക്കെ ഒന്ന് തൽക്കാലം ഒന്നിങ്ങനെ അലകും പിടിയൊക്കെ വേറെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, നമ്മളിലേക്ക് ഒതുങ്ങുക. എന്നിട്ട് നമ്മളുടെ പടച്ചവൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും പടച്ചവനോട്.
ഒരുപാട് പല വിധത്തിലുള്ള കാര്യങ്ങൾ, സങ്കടം പറയാനുണ്ടാവും, സന്തോഷം പറയാനുണ്ടാവും, പരിഭവം പറയാനുണ്ടാവും, ഒക്കെ ഉണ്ടാവും. കരയേണ്ടി വരും. സന്തോഷം കൊണ്ടും കരയും, സങ്കടം കൊണ്ടും കരയേണ്ടി വരും. അങ്ങനെയൊക്കെ വരുന്ന ഒരു ഒതുങ്ങി നമ്മളിലേക്ക് ചുരുങ്ങി വരുന്ന ഒരു അവസ്ഥയെ പറ്റി ചിന്തിക്കുക. അതിനവസരം അത് മതം പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. 7 വിഭാഗം ആളുകളെ അള്ളാഹു പരലോകത്ത് തണലിട്ട്, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലഹു, അള്ളാഹുവിൻ്റെ തണലല്ലാത്ത മറ്റു തണലുകളൊന്നും കിട്ടാത്ത ആ നാളിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണലിട്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വിഭാഗങ്ങൾ വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാളത് ഐനാഹു, ഒരു മനുഷ്യൻ അയാൾ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ചോർത്ത് കണ്ണീർ വാർത്തവൻ എന്നാണ്. ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കണ്ണീർ വാർക്കുന്നവൻ. അത് സാധിക്കുമെന്നാണ് നോക്കേണ്ടത്. അന്ന് ഒറ്റയ്ക്കിരിക്കാൻ കഴിയണ്ടേ? അതിനുള്ളൊരു സമയം കാണുക. അതാണ് റംളാനിൽ നടക്കുന്ന എഴുത്തിക്കാഫ്. അതിനു വേണ്ടിയുള്ളതാണത്. എല്ലാവരും പോയി ഇരിക്കൊന്നും വേണ്ട. കഴിയുന്നവർ പോയാൽ മതി, കഴിയുന്നവർ ഇരുന്നാൽ മതി. പള്ളിയിലാണ് ഇരിക്കേണ്ടത്. ഹറമിൽ പോയി ഇരിക്കുന്നവരുണ്ട്. ഇവിടെ ആകുമ്പോൾ നാട്ടിൽ നിന്ന് പറമ്പിൽ കിട്ടിയിരിക്കാനൊക്കെ വരുന്നവരുണ്ട്. കഴിയുന്നവർ ചെയ്തോട്ടെ. എല്ലാവരും അവിടെ എല്ലാം മുടക്കി പോയിരിക്കൊന്നും വേണ്ട. ഒരു ആഘോഷമാക്കിയത് മാറ്റണ്ട. സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നവർ നല്ല മനസ്സിൽ ഈ പറഞ്ഞ ഉദ്ദേശത്തിൽ ചെയ്യാൻ കഴിയുന്നവരുണ്ട്, ചെയ്തോട്ടെ. അല്ലാതെ ചെയ്തവരെ നബിനെ നിരുത്സാഹപ്പെടും. നബിൻ്റെ ഭാര്യമാരങ്ങനെ ഇരുന്നിട്ട് നബി എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ആ സംഭവം. നബിൻ്റെ ഭാര്യമാരൊക്കെ കൂടി ഇങ്ങനെ ഒന്നായിട്ട് പള്ളി, ഒരാൾ ഇരുന്നപ്പോൾ സ്ത്രീകളല്ലോ എല്ലാവരും കയറി. എന്താ അവിടെ ഇരിക്കണോ ചോദിച്ചു. ഞങ്ങളിങ്ങനെ എഴുത്തിക്കാഫിരിക്കാം. നിങ്ങൾ അള്ളാൻ്റെ കൂലിയാണോ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. ഒക്കെ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുത്തിക്കാഫി ഇരിക്കണ്ട, അതൊരു ആഘോഷമാക്കണ്ട. വളരെ സന്തോഷത്തിൽ എനിക്കൊന്ന് ഇരിക്കണമെന്ന് തോന്നുന്ന ആളുകൾ ഒഴിഞ്ഞിരിക്കേണ്ടതാണ്. അതിന് സമയം കാണും. അള്ളാഹുവിൻ്റെ റസൂൽ അത് ഇരുന്നിരുന്നു. അവസാനത്തെ വർഷങ്ങളിൽ പ്രത്യേകം ഇരുന്നിരുന്നു. നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ് അതൊക്കെ. അവസാനത്തെ 10 ദിവസം ഇരുന്നു, 20 ദിവസം ഇരുന്നു എന്നൊക്കെ കേട്ടില്ലേ? എങ്ങനെയാണ് റസൂൽ എഴുത്തിക്കാഫ് ഇരുന്നിരുന്നത്? നിങ്ങൾ റസൂൽ ഇരുന്നത് എങ്ങനെയാണ്? നമ്മളങ്ങനെ ആകണമെന്നില്ല. റസൂൽ ഇരുന്നത് എങ്ങനെയറിയോ? അവസാനത്തെ 10-ലിരിക്കും, പള്ളിയിൽ കയറും. പള്ളിയിൽ കയറി അതിനകത്ത് ഒരു ഹൈമ, ഒരു ടെൻ്റ് ഉണ്ടാക്കി പള്ളിൻ്റെ അകത്ത്. എന്നിട്ട് അതിൻ്റെ അകത്ത് കയറിയിരുന്നു. പള്ളിയിലിരിക്കുന്നതോട് കൂടി തന്നെ നമ്മളൊന്ന് ഒതുങ്ങും. കാരണം പള്ളിൻ്റെ ആ ചുമരിന് അപ്പുറമുള്ള സ്ഥലം ലോകം വേറെയാണ്, പള്ളിൻ്റെ അകത്തുള്ള ലോകം ഒന്ന് വേറെയാണ്. അവിടെ അള്ളാഹു മഫ്തഹലി അബ്വാബ് റഹ്മത്തിക്ക് എന്ന് പറഞ്ഞ് വലതുകാലം വെച്ച് കയറി ഇങ്ങനെ ഇരിക്കുന്നതോട് കൂടി അവിടെ തഹിയത്ത് സ്കരിക്കണം. പിന്നെ അവിടെ ചെയ്യേണ്ട ആരാധനകളും അങ്ങനത്തെ അവിടെ വേറെ വർത്താനൊന്നും പറ്റൂല. അങ്ങനെ കയറി ഇരിക്കുന്നതോട് കൂടി നമ്മൾ ഒതുങ്ങി. അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നുകൂടി ഒതുങ്ങി. ഒരു ടെൻ്റ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഇരുന്നു. ആർക്കും നബിനെ കിട്ടാത്ത രൂപത്തിൽ. എന്തായിരിക്കും പാതിരാവിലൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ആ ടെൻ്റ് ഉണ്ടാക്കി, ഹൈമ ഉണ്ടാക്കി, പള്ളിൻ്റെ ഉള്ളിലുണ്ടാക്കി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്തിരുന്നത്? നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതാണ് ഇഴ്തികാഫ്. അതാണ് ഒഴിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്. ആ ഒഴിഞ്ഞിരിക്കൽ നമ്മൾക്ക് ആവശ്യമുണ്ട്. നമ്മുടെ പുതിയ ലോകത്ത് നോമ്പ് പ്രസക്തമാകുന്ന അവിടെയാണ്. അതാണ് നമ്മൾക്ക് തെസ്കിയത്തുണ്ടാക്കുന്ന ഭാഗം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവസാനിപ്പിക്കുക. എനിക്ക് നിങ്ങളെക്കാൾ ഉറക്കു വരുന്നുണ്ട്. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഹിന്ദു ക്രിസ്ത്യൻ മതത്തിൻ്റെ ആളുകൾ അവർക്ക് ഈ ധ്യാന മഠങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ധ്യാന മഠങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ മതത്തിലെ തസ്ബീഹും തക്ബീറും തഹ്ലീലും ഒക്കെ ചൊല്ലിയിട്ട് അവരുടേതായ മതത്തിൽ ജപങ്ങളുണ്ടാവും, മന്ത്രങ്ങളുണ്ടാവും. ഇത് മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ട് കേട്ടോ. ചില ആൾക്കാർ നമ്മുടെ ഏരിയയിലൊക്കെ നടത്തുന്നുണ്ട്. അവിടെ പോയി ഇരിക്കാൻ അവസരം ഉണ്ടാകുക. അതുകൊണ്ട് ഈ അവസരം ഉള്ളത് ആരാ അറിയുന്നത്? സാധുക്കളായ ആൾക്കാർ അവിടെ പോയി ഇരിക്കുന്നുണ്ടാവില്ല. നല്ല സമ്പന്നരായ ആളുകൾ, കുറച്ചൊക്കെ സാമ്പത്തിക സൗകര്യവും ബിസിനസ്സും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലൊക്കെ അത് വളരെ കുറച്ചുകൂടി വ്യാപകമാണ്. എന്തിനാ അവർ ഇരിക്കുന്നത് അറിയാം നിങ്ങൾ? അവർ ദുനിയാവിൻ്റെ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി പോകുന്നതാണ്. ആ കെട്ടുപാടുകളിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് സ്വസ്ഥാവണമല്ലോ. ഇത് ഭയങ്കര ബിസിനസ്സൊക്കെ ഉള്ള ആളുകളല്ലേ. അതിനുകൊണ്ട് ഒഴിവാകാൻ കഴിയുന്നില്ല. ചൊയ്ഞ്ഞ് സ്വന്തം ചിന്തിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് അങ്ങനത്തെ ഒന്നുമില്ല.
അങ്ങനെ ധ്യാന മഠവുമില്ല, ദിക്ർ ഹൽക്കകളുമില്ല. നമ്മളെ ചില ആളുകൾ ഉണ്ടാക്കുന്ന മഠങ്ങളുണ്ട്, മുസ്ലിം സമൂഹത്തിലുണ്ട്. ആ മഠങ്ങളൊന്നും നമ്മൾക്കില്ല. നമ്മൾക്കിങ്ങനെ റമദാൻ മാസത്തിൽ നോമ്പ് വെച്ചാൽ മതി, വേണമെങ്കിൽ ഒന്ന് എഴുത്തിക്കാഫിരിക്കുക. അത്രയും ചെയ്താൽ തന്നെ നമ്മൾക്ക് ആവശ്യമായ സംസ്കരണങ്ങൾ കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ ആവശ്യം പരിഗണിച്ചാണ് അത് ചെയ്യേണ്ടത്. അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു. ഫലത്തിൽ നമ്മൾക്ക് റസൂല് പറഞ്ഞ ഒരു കാര്യം സാധിക്കണം. റസൂല് പറഞ്ഞു, ലിസ്വായിമി ഫർഹത്താൻ, ഒരു നോമ്പുകാരന് 2 സന്തോഷാവസ്ഥകളുണ്ട്. ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭൂതി. 2 അനുഭൂതികളുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള അനുഭൂതി. രണ്ടാമത്തെ ഫർഹത്തുൻ ഇൻദ ലിഖായി റബ്ബിഹി, തൻ്റെ നാഥനെ അഭിമുഖം കാണുന്ന സന്ദർഭത്തിലുള്ള ആ അനുഭൂതി. ഇത് രണ്ടും നേർക്കുനേരെ പറഞ്ഞാൽ വാക്കുകൾക്കും വർണ്ണനകൾക്കുമൊക്കെ അതീതമായി നിൽക്കുന്ന ഒരനുഭൂതിയാണ്. നോമ്പ് തുറക്കുമ്പോഴുള്ള അനുഭൂതി എന്ന് പറയുന്നത് പകൽ അന്തിയോളം പട്ടിണി കിടന്നപ്പോൾ ഭക്ഷണം കിട്ടിയ അനുഭൂതിയല്ല. അപ്പോൾ നമ്മളിന്നൊക്കെ ഉണ്ടോ അങ്ങനെ പല ദിവസമില്ല നമുക്കൊക്കെ. വൈകുന്നേരം അവളൊന്നും കഴിക്കാൻ കഴിയാതെ വൈകുന്നേരം ഭക്ഷണം കിട്ടുമ്പോൾ നന്നായിട്ട് ആർത്തി കൂടി കഴിക്കും നമ്മളൊക്കെ. അതിന് നമുക്ക് ഈ അനുഭൂതി ഉണ്ടാവില്ല. നോമ്പ് തുറക്കുമ്പോഴുള്ള അനുഭൂതി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മളൊരു ദിവസം പട്ടിണി കിടന്നത്, അള്ളാഹുവിന് വേണ്ടിയാണ് ഒരു ദിവസം ദാഹിച്ചത്. അതൊരു ഇബാദത്തായിട്ടാണ് നമ്മൾ ചെയ്തത്. അതിന് ഈമാന്റെ മാധുര്യമുണ്ട്. ആ മാധുര്യം അനുഭവിച്ചുകൊണ്ടുള്ള ആ നോമ്പുണ്ടല്ലോ, അള്ളാഹു നൽകിയ ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് നീ നൽകിയ ഭക്ഷണം കഴിച്ച് നോമ്പെടുത്തു, അത് കഴിച്ചുകൊണ്ട് തന്നെ നോമ്പ് മുറിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് ഇങ്ങനെ മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ആ അനുഭൂതി ഉണ്ടല്ലോ, അത് നമ്മുടെ വാക്കുകൾക്കൊക്കെ അപ്പുറം നിൽക്കുന്ന സംഗതിയാണ്. ആ അനുഭൂതിയാണ് ഈ നോമ്പുകാരൻ നേടേണ്ട ഒരു കാര്യം. അത് ദുനിയാവിന്ന് നമ്മുടെ നോമ്പ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ ആ ഒരൊറ്റ സംഭവം മതി. നോമ്പ് തുറക്കുമ്പോൾ ശാന്തമായിട്ട് അങ്ങനെ അപ്പോഴും ടി വി തുറന്നു വെച്ചിട്ടും മൊബൈലിൽ നോക്കിയിട്ടും ബഹളും അടിയും പിടിയൊക്കെ ആയില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, നമുക്ക് മനസ്സിലാകും. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സംഗതി അതാണ്. രണ്ടാമത്തെ, ഇങ്ങനെ നോമ്പ് ഒരനുഭൂതിയാക്കി മാറ്റിയ ആളുകൾക്ക് നാളെ പരലോകത്ത് തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഈ പ്രപഞ്ചമാസകലം സൃഷ്ടിച്ച് സംവിധാനിച്ച് അതിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരാദി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവശക്തനായ അള്ളാഹുവിനെ മറയൊന്നുമില്ലാതെ കൺമുമ്പിൽ ഇങ്ങനെ കാണുക നോമ്പുകാരന് കിട്ടുന്നൊരു അനുഭൂതിയാണ്. ആ രണ്ടാമത് പരലോകത്ത് നടക്കുന്ന കാര്യമാണ്. അത് നമ്മൾക്ക് സാധിക്കണമെന്നത് നമ്മളുടെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ്. ഒന്നാമത്തെ നമ്മൾക്ക് ഇവിടുന്ന് തന്നെ അനുഭവിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് ഇതിൻ്റെയൊക്കെ ആത്യന്തിക ഫലമായിട്ട് നമ്മൾക്ക് ലഭിക്കേണ്ടത്. നോമ്പെടുക്കാൻ തയ്യാറാവുക. നമ്മളൊക്കെ നോമ്പെടുക്കുന്നവരാണ്, തറാവീഹ് നിസ്കരിക്കുന്നവരാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, ഒക്കെ പരമാവധിയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഒരു ആത്മീയത കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക. ജാടകളല്ല ശരിക്കും മനസ്സിൽ തട്ടിയ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ നോമ്പ് ഫലവത്താക്കാൻ കഴിയും. നമ്മൾക്ക് ഒരവസരം മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, എത്തിപ്പെടുമെന്ന് ആർക്കും ഒരു ഉറപ്പില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ടായിക്കോളുന്നില്ല. ഇനി ഈ വർഷം തന്നെ നമ്മൾ എത്തുമെന്ന് പറയാൻ കഴിയില്ല. ഇനി പിന്നൊരു ചാൻസ് വരാനിരിക്കുന്നു എന്ന് പറയാനും കഴിയും. ഇതൊക്കെ അത്രയും വളരെ വളരെ നൈമിഷികമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ വർഷത്തെ റമദാൻ മാസം, റമദാൻ നോമ്പ് നന്നായിട്ട് നോമ്പെടുത്ത് ശരിയായ വിധത്തിൽ അത് പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുജ്രിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.